ഓക്കെ കേസ്, അപ്പോൾ സോമൻ നമുക്ക് കുറച്ച് മിഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ സിറ്റിയിലല്ല ചെയ്യേണ്ടത്, നമ്മൾ ലോസ് ആൻഡോസിലോട്ടാണ് പോകേണ്ടത് ആ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ഞാനാണെങ്കിൽ ലോസ് ആൻഡോസിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം. എയർപോർട്ട് നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അവിടെ പോയതിന് ശേഷം പ്ലെയിനിൽ നമുക്ക് നേരെ ലോസ് ആൻഡോസിലോട്ട് പോകണം. എയർപോർട്ട് തൊട്ടടുത്താട്ടാ. ഓക്കെ, അതാ വണ്ടിക്ക് എന്തോ പ്രശ്നം പറ്റി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിടാം. കുറച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഒരു ഫ്ലൈറ്റ്, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെടും. ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ. ഇത് ഈ പ്ലെയിനാണ് തോന്നുന്നു പോകുന്നത്. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ആ പ്ലെയിനൊക്കെ പോകുമ്പോൾ സമയത്ത് ഓക്കെ കേസ്, അങ്ങനെ ഞാൻ ലോസ് ആൻഡോസിൽ എത്തിയിട്ടാ. ഇതാണ് നമ്മളെ വണ്ടി. ഇത് നമ്മുടെ സോമൻ ഇവിടെ അറേഞ്ച് ചെയ്തതാട്ടാ. ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല. പോയി നോക്കാം. ഇതൊരു ഹ്യുണ്ടായി ആണെന്ന് തോന്നുന്നത്. ഇത് ഹ്യുണ്ടായിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത്. നമുക്കിവിടെ വീടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ച് ദിവസത്തേക്കുള്ള മിഷൻസ് സോമൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടൊരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീട്ടിലോട്ടും പോവാം. ഞാൻ വീട് എവിടെ നിന്ന് കാണിച്ചു തരാം. ഞാനും കണ്ടിട്ടില്ല, എങ്ങനെ കാണാൻ എനിക്കും എക്സൈറ്റഡ് ആയിരിക്കും ആണ്. എന്താ അറിയില്ല, റിസോർട്ടാണോ ഒന്നും എനിക്കറിയില്ല. ആവും, നോക്കി നോക്കാം. അവൻ ലൊക്കേഷൻ എനിക്ക് വിട്ടുതന്നിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ. അങ്ങനെ അത് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. നോക്കാം, നമ്മളിപ്പോൾ അടുത്തായിട്ടാണ് കാണിക്കുന്നത് കേട്ടാ. അധികം ദൂരമൊന്നുമില്ല എയർപോർട്ടിൽ നിന്ന്. നമ്മളെ മറ്റേ ഇവിടെയുള്ള പോലെ തന്നെയാണ്. ഓക്കേ, ഒരു വളവുണ്ടായിരുന്നു, അത് എടുക്കാൻ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം ഇവിടെ എവിടെയോ. ഇവിടെ എവിടെയായിട്ട് പിന്നെ ഒരു തേങ്ങയുണ്ട്. നമുക്ക് എന്തായാലും നേരിതാ. ഓക്കെ, ലൊക്കേഷൻ ഇവിടെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സോമൻ നമുക്ക് അറേഞ്ച് ചെയ്ത വീട്. ഇത്രയും വലിയ വീടാ. ഞാൻ എന്താണ്, എൻ്റെ സിറ്റിയിലുള്ള വീട് പോലും ഇത്രയും വലിപ്പമില്ലല്ലോ. അത് നോക്ക്, കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വരാൻ പറ്റും. കണ്ടാ, നല്ല വലിയ വീട്. അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എൻ്റെ അമ്പത്തത് സെറ്റപ്പ് ഇട്ടാ. നല്ല ലക്ഷറി ടൈപ്പായിട്ടുള്ളൊരു വീട്. സോമൻ നമുക്ക് ഇത്രയൊക്കെ അറേഞ്ച് തന്ന എന്തിനാണ്. വീടിന് മുമ്പിലൊരു ബൈക്കും ഉണ്ട്. എൻ്റെ സോമൻ എവിടെയാണ് ഇത്രയും പൈസ? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരു RC 390 തോന്നുന്നു ആണ്. എന്തായാലും നമുക്ക് ആ കത്തോട്ടൊക്കെ പോയത്. ഇവിടെയൊക്കെ ടൈലിട്ടിക്കായിരുന്നു. ഞാൻ വിചാരിച്ച് വെള്ളം കയറി തന്നെയാണ്. അതായത് ഇതാണ് വീട്. ഇവിടെ വലിയൊരു സോഫ. അടുത്ത് എന്താണ്, കിച്ചണാണ്. കിച്ചൺ തന്നെ. ഇവിടെ തന്നെ തിന്നാനുണ്ട്. ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഉണ്ട് സോഫ. ഓക്കെ, ഒന്ന് നോക്കത്. ഇവിടെയൊക്കെ കുറേ സെറ്റപ്പുകളുണ്ട്. കണ്ട, നല്ല സെറ്റപ്പ് വീട് തന്നെയാണ്. എന്നാലും ഇവിടെ നിന്നാണ്ട് ഇത്രയും പൈസ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളിപ്പോൾ ആഘോഷിക്കാൻ വന്നതല്ലേ. തയ്യ നിൽക്കുന്ന TV, നമുക്ക് TV ഒന്ന് ഓണാക്കാം. ഏതൊക്കെ ചാനലാളുണ്ട് നോക്കി നോക്കട്ടെ. അതാ ഓക്കെ, കാർട്ടൂൺ കേട്ടാ. ഇത് ഇവിടുത്തെ കറണ്ട് ബില്ലും സോമന്തേനും നോക്കുക. TV ഓണാക്കിയിട്ട് പോയാലൊന്നും ഒരു കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് അപ്പോൾ കാണുന്നില്ല, ഓഫാക്കാം. എൻ്റെ സീന് വീട്. ഇത് കൊള്ളാം. ഇവിടെ നമുക്ക് മിഷൻസ് ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഈ മിഷൻസ് വന്നിട്ട് മതി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ബെഡ്റൂം. ഇവിടെ നമുക്ക് PC ഇല്ലേ, AC ഉണ്ട്. PC ഇല്ലേ, എന്താ ബാത്റൂമാണോ? ബാത്റൂമാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഹോം ടൂറൊക്കെ കഴിഞ്ഞു. ഇനി സോമൻ മിഷൻസ് വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ആദ്യം ഒന്ന് പോയിട്ട് ഒന്ന് കുളിക്കട്ടെ. കുളിച്ചിട്ടില്ല, ഒന്ന് പോയി കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ ഞാനാണെങ്കിൽ കുളിച്ച ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്തിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോമൻ വിളിക്കാൻ കേട്ടോ. ഹലോടാ സോമ, നീ എന്തേ വിളിച്ച്? എടാ, ഞാൻ നിന്നെ അവിടെ ടൂറിന് പറഞ്ഞയച്ചാണ്, മിഷൻസ് തരാൻ വേണ്ടിയല്ലേ. എടാ, മിഷൻസ് പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ. മിഷൻസ് അല്ലേ, എന്താന്ന് വെച്ചാ പറ. എടാ, ലോസ് ആൻഡോസിലെ ആ മ്യൂസിയത്തിലെ ഒരു രാജാവിൻ്റെ കിരീടമുണ്ട്. അത് നീ അടിച്ചു മാറ്റണം, അതിന് നല്ല വില. ഓക്കേടാ, ശരി, ഞാൻ അടിച്ചു മാറ്റി നിന്റെ കൈ കൊണ്ടു തരാം. സോമൻ മിഷൻസൊക്കെ തന്നിട്ടാ, എന്തോ ഹേസ്റ്റ് ചെയ്യാനാട്ടാ. ഇവിടെ നിന്ന് ഓക്കെ, മ്യൂസിയത്തിൽ പോയിട്ട് ഒരു കിരീടമുണ്ട് ഗൈസ്. ഏതോ രാജാവിൻ്റെ കിരീടം.
ലോസ് ആൻഡേഴ്സിലൊക്കെ രാജാവിൻ്റെ കിരീടം വെക്കുക. അതൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി ഇതാക്കാം. നമുക്ക് ഒന്ന് മാസ്ക് ഇടണമല്ലോ. ഞാൻ മാസ്കിൻ്റെ കാര്യം മറന്നുപോയി. ഇത് മാസ്ക് ഇടാം. ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിടാം. പക്ഷേ എന്താ കാണിച്ചു തരാം. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി മ്യൂസിയത്തിലോട്ട് പോവാം. മ്യൂസിയം എവിടെയും സത്യത്തിലിരിക്കാറില്ല. അവൻ ഇതും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. എന്താ ഇവിടെ ആയിട്ടാണിത്. ഈ കാണുന്നതിന് മ്യൂസിയം എന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോവാം. ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് നേരെ ഇനി മ്യൂസിയത്തിനാണ്ട് പോവാം. നേരെ മ്യൂസിയത്തിൻ്റെ അടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിട്ടാണ്. ശരിക്കും വരുന്നതൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ സ്വഭാവം കാട്ടി. വരുന്നതൊക്കെ ഞാൻ ഏതോ ഹോസ്പിറ്റലിലേക്കാണ് ചെന്ന് കയറി. ഇവിടെ ആൾക്കാരൊന്നുമില്ല കേട്ടാ. നല്ല അവധിയാണ് അവിടെ. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗണ്ണ് കയ്യിലെടുത്ത് വയ്ക്കാം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ മോതിരം കൊടുത്തതാ. ഒന്നുമില്ല, വേറെന്തോ വഴിക്കതാണ് ഞാൻ ഓടിയപ്പോൾ. അപ്പോൾ ഇതെന്താ? ഇതുമല്ല, ഇവിടെ നമുക്ക് ചുറ്റി നടന്ന് നോക്കണം. ഇത് എന്തൊക്കെയോ ഗോൾഡിൻ്റെ സാധനങ്ങൾ കേട്ടാ. സോം പറഞ്ഞൊരു രാജാവിൻ്റെ കേട്ടാ. അതാണ് നല്ല വില എടുപ്പുള്ളൊരു സാധനമാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ പോവാം. പിന്നെ ഇവിടെ ഇപ്പോൾ പോലീസൊന്നും വന്നിട്ടില്ല. പോലീസ് കരിന്ന് ഫുള്ള് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആയിട്ടാണ് അത് വരുന്നത്. നമുക്കത് പോയിട്ടൊന്ന് നോക്കി നോക്കാം രാജാവിൻ്റെ കിരീടം ഉണ്ടോയെന്ന്. ഗൈസ്, എനിക്ക് ഫൈനലി ആ കാണുന്ന കിരീടം കിട്ടി. ഞാൻ ബാഗിലാക്കി. പോലീസ് ഇപ്പോൾ വരും. കാരണം ഇവിടെ ഇപ്പോൾ എന്തോ അലാറം അടിച്ചേച്ച് ഞാൻ എടുത്തപ്പോൾ. നമുക്ക് വേഗം പോകാം. അപ്പോൾ പോലീസൊന്നും പാടില്ല. നമുക്ക് വേഗം ബൈക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നമുക്ക് വേഗം എവിടെയെങ്കിലുമൊക്കെ പോയി വിളിച്ചേക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ടാണ് പോവാം. വേഗം വിടാം. കാരണം പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നേരെ ഇവിടെ വിട്. ഇത്ര എടുത്തിരുന്നാ അതാ. എന്നിട്ട് ഗൂഗിൾ മാപ്പിനെ കറക്കി ഹോസ്പിറ്റലൊക്കെ ചുറ്റിക്കാണിച്ച് കൊണ്ടുപോയി. ഞാൻ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ മനസ്സിലായി ഗൂഗിൾ മാപ്പിൻ്റെ സ്വഭാവം. ഞാനോടനെ പോയി ചോദിച്ചേക്കാൻ സ്വഭാവമാണ്. ഇനി മേലെ ഗൂഗിൾ മാപ്പ് ഒന്ന് അയച്ചാലാണ് ഈ സാധനം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചേക്കാം. നമുക്കിതാ മേലത്തെ എന്തായിരുന്നു എവിടെയെങ്കിലൊക്കെ ആ റൂമിൽ എവിടെയെങ്കിലൊക്കെ ഒളിപ്പിച്ചേക്കാം. എന്നിട്ട് നമുക്ക് സോമനെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടി ചോദിച്ചേക്കാം. ഓക്കെ, ആടാ സോമൻ്റെ അടുത്ത് സാധനം കിട്ടി. ഞാനത് എന്താ ചെയ്യേണ്ടത്? നീ എയർപോർട്ടിലോട്ട് പോരി. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ കയ്യിൽ സാധനം കൊടുത്താൽ മതി. പിന്നെ നീ ഒന്നും പേടിക്കണ്ട. ഓക്കെ, ശരിടാ. അപ്പോൾ നമ്മുടെ സോമൻ പറഞ്ഞിട്ട് സോമൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിലുണ്ട്. അവൻ്റെ അടുത്ത് സാധനം കൊണ്ടുകൊടുത്താൽ പിന്നെ ഒന്നും പേടിക്കേണ്ടെന്നാണ്. സോ നമുക്ക് നേരെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോയിട്ട് അവൻ്റെ അടുത്ത് ഈ കിരീടം കൊണ്ടുപോയി കൊടുക്കാം.